ക്രിപ്റ്റോക്സ് തലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐസാർച്ച് ഇപ്പോ ഒരു റീപ്ലേസ്മെന്റ് കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് PSPN ക്രിക്കറ്റ് ഇൻഫോ IPL ഒഫീഷ്യൽ വെബ്സൈറ്റും SRH ഒക്കെ ഒഫീഷ്യലി പുറത്തുവിട്ട കാര്യമാണ്. മറ്റാരുമല്ല, ഡേവിഡ് പെയിന് പകരം ജെറാൾഡ് ഗോഡ്സിയാണ് അവർ എത്തിച്ചിട്ടുള്ളത്. സൗത്ത് ആഫ്രിക്കൻ പേസറായിട്ടുള്ള ജെറാൾഡ് ഗോഡ്സി റീപ്ലേസസ് ദ ഇൻജേർഡ് പെയിൻ അറ്റ് SRH ഫോർ റിമൈൻഡർ ഓഫ് IPL 2026 ആണ് അവർ കൊടുക്കുന്നത്. SRH ഇപ്പൊ ഓവർസീസ് ടീമേഴ്സ് പൂർ ലക്കാണ് അവർക്ക്. കാരണം അവരിപ്പോ ജേക്ക് എഡ്വേർഡ്സിനും ബ്രൈഡൻ ഗാൾസും ഡേവിഡ് പേയൊക്കെ റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഫോറിൻ പ്ലേയേഴ്സ് ഒക്കെ പോയി. പാറ്റ് കമ്മിൻസ് എത്തിയിട്ടില്ല, അദ്ദേഹത്തിന് കളിക്കാതെ 25-ാം തീയതി കളിക്കാനുണ്ടാവും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളിൽ ഇപ്പോ ഗോഡ്സി അവിടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ മധുഷാങ്കി അവിടെ വന്നിട്ടുണ്ട്. ഗോഡ്സി സൗത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ഹാസ് ബീൻ സൈൻഡ് ബൈ SRH as an injury replacement for David Payne for the remainder of IPL 2026. അദ്ദേഹം 2 കോടിക്കാണ് SRHിലേക്ക് വന്നത്. ഇപ്പൊ ഡേവിഡ് പെയിന്റെ കാര്യത്തിലേക്ക് വന്നല്ല, അദ്ദേഹം 5 ഓവറാണ് 2 കളി ഓടിച്ച് അദ്ദേഹം വരുന്നത്. അദ്ദേഹം 70 റൺസ് വിട്ടുകൊടുത്തിട്ടുണ്ട്. 35 റണ്ണായി ഡേവിഡ് പെയിൻ 5 ഓവർ 70 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ജേക്ക് എഡ്വേർഡ്സ് റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഡേവിഡ് പെയിൻ വരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പൊ ഏങ്കിൾ ഇഞ്ചുറി ആയിട്ട് പെയിനും ഈ സീസൺ ലിഫ്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്, റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ജെറാൾഡ് ഗോഡ്സി ഈ സീസൺ ആരും എടുക്കാൻ ഇതായിട്ടില്ല, അദ്ദേഹം അൺസോൾഡ് ആയത്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോ SRH തന്നെ എടുത്തിട്ടുണ്ട്. ഗോഡ്സിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം ഇപ്പോ സൗത്ത് ആഫ്രിക്കക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് 5 മാച്ചസ് ഇൻ T20 സീരീസ് ന്യൂസിലാൻഡിനെതിരെ കളിച്ച മത്സരത്തിൽ അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ 12. പിന്നെ കഴിഞ്ഞ കൊല്ലം GTയുടെ മുമ്പത്തെ കൊല്ലം MIയുടെ ഒക്കെ ഭാഗമായിരുന്നു. 2023 വേൾഡ് കപ്പിൽ അദ്ദേഹം മികച്ച രീതിയിൽ സൗത്ത് ആഫ്രിക്ക ബോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ SRHനെ കുറച്ച് പ്രശ്നങ്ങൾ ഗുൽഷൻ മധുഷാങ്കിയും ഗോൾസ് ഒക്കെ വരുമ്പോൾ അടുത്ത മത്സരത്തിൽ കമ്മിൻസ് ഒക്കെ ഉണ്ടാവും. അവർ മികച്ച രീതിയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് SRHന്റെ ആരാധകർ ഉള്ളത്. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്താം.